വളരെ പ്രാർത്ഥനയോടെ അല്പസമയം കൂടെ ദൈവവചനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വേദഭാഗം പ്രാരംഭമായിട്ട് വായിക്കാം. അതിനുശേഷം അതിൻ്റെ 29-ാമത്തെ വേദഭാഗം കൂടെ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വേദഭാഗവും അതിനുശേഷം അതിൻ്റെ 29-ാമത്തെ വേദഭാഗവും കൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അവൻ മുൻനിറഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അല്പസമയം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള ആ തേജസ്സിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ കൂടെ അതിനോട് ചേർന്ന് വായിച്ച് നമുക്കുള്ള സമയത്തിനുള്ളിൽ ഈ വചനത്തെ നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വേദഭാഗം ഒരാൾ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വേദഭാഗം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എത്ര കഷ്ടതകൾ ജീവിതത്തിനകത്ത് വന്നാലും പ്രൈസ് ദി ലോർഡ് ഞാൻ നിരാശപ്പെട്ടു പോകുന്നില്ല. കാരണം എന്താണ്? വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ മുമ്പിൽ ഈ ലോകത്തിലെ കഷ്ടങ്ങള് സാരമില്ലെന്ന് എണ്ണുകയാണ്. പ്രൈസ് ദി ലോർഡ്. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ലഭിക്കുവാൻ ഇടവരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഭക്തന്മാരെയൊക്കെ മുന്നോട്ട് നടത്തിയ ഒരു വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ഈ തേജസ്സിന്റെ അനുഭവം പ്രാപിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്താണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രത്യാശ വെളിപ്പെടുവാനുള്ള തേജസ്സാണെങ്കിൽ ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ്, ആ തേജസ് നമ്മുടെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ പ്രത്യാശ അകത്തളങ്ങളിലുള്ള ദൈവ മക്കൾക്ക് ഇന്ന് പകൽക്കാലം ആമേ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. സന്തോഷത്തോടെ ദൈവത്തിന്റെ മഹത്വം കൊടുക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കളെ, ആമേൻ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ആരാധന നമുക്ക് ലഭിക്കുന്ന ഏതെങ്കിലും വിടുതലിന്റെ അടിസ്ഥാനത്തിൽ അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം ഈ ലോകത്തിൽ നമ്മൾ നേടിയ ഏതെങ്കിലും നേട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ പാട്ട് പാടിയ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ. യെശയ്യാ പ്രവാചകൻ കേട്ട ആരാധനയുടെ ശബ്ദം പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ മഹത്വം ദർശിച്ച ദൈവത്തിന്റെ ദൂതന്മാര് ആരാധിക്കുന്ന ശബ്ദമാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളുടെയും ആരാധനയോ പ്രാർത്ഥനയോ സന്തോഷമോ ഒന്നും ഈ ലോകത്തിലെ കഷ്ടനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലോ വിടുതലുകളുടെ അടിസ്ഥാനത്തിലോ അല്ല. നാം ആരാധിക്കുന്നത് നമുക്ക് വേണ്ടി മഹത്വത്തിലായിരിക്കുന്ന നമ്മുടെ ദൈവത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടാണ്, നമ്മുടെ കർത്താവിനെ കണ്ടുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആദരങ്ങൾ തുറന്ന് ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആദരങ്ങൾ തുറന്ന് ദൈവത്തിനൊരു ആരാധന അർപ്പിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ആമേ പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം, ഇന്ന് നമ്മളിൽ ആ തേജസ് ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. നമ്മൾ വായിച്ച 2 കൊരിന്ത്യർ 3-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, മൂടുപടം നീങ്ങിയ മുഖത്ത്
കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ആരുടെ തേജസ്സിനെ ഇന്ന് പ്രതിബിംബിക്കുന്നുണ്ട്? കർത്താവിന്റെ തേജസ്സിനെ. പ്രൈസലോ. ചന്ദ്രന് വെളിച്ചമുണ്ടോ? ചന്ദ്രന് സ്വയമായി പ്രകാശമുണ്ടോ? ഇല്ല. പ്രൈസലോ. എന്നാൽ നമ്മൾ രാത്രി നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനെ കാണാം, ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ കാണാം. എന്തുകൊണ്ട് അതങ്ങനെ കാണുന്നത്? സൂര്യന്റെ ആ വെളിച്ചം ചന്ദ്രനെ തട്ടി പ്രതിഫലിക്കുന്നതാണ്. പ്രൈസലോ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ് നമ്മളിലൂടെ ഇന്ന് ആമെ പ്രതിബിംബിക്കുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പ്രൈസലോ. അതുകൊണ്ടാണ് ഇരുൾ നിറഞ്ഞ സാഹചര്യത്തിൽ ഒരു ദൈവദാസനോ ഒരു ദൈവ പൈതലോ കടന്നു ചെല്ലുമ്പോ ആ ദേശത്തിന്റെ ഇരുളിനെ ദൈവം മാറ്റുന്നത്. പ്രൈസലോ. ആമേൻ. അത് നമ്മുടെ വെളിച്ചമല്ല, നമ്മിൽ വസിക്കുന്ന ആ കർത്താവിന്റെ തേജസ്സാണ്, കർത്താവിന്റെ വെളിച്ചമാണെന്ന് ദൈവത്തിന്റെ ആലോചന ഇന്ന് പകൽക്കാലം നമ്മളോട് ഓർമ്മപ്പെടുത്തുക. പ്രൈസലോ. കണ്ണാടിയിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ മുഖത്തു നിന്ന് ദൈവത്തിന്റെ തേജസ് പ്രതിഫലിക്കുകയാ. കാരണം എന്താ? നമ്മുടെ അകത്താര വസിക്കുന്നത്? തേജസ്സിന്റെ പ്രഭയാകുന്ന ആമേൻ നല്ലവനായ കർത്താവ് നമ്മുടെ അകത്ത് വസിക്കുകയാണ്. പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ലഭിക്കുവാൻ ഇടവരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വായിച്ച വേദഭാഗത്തിലും കാണുവാൻ കഴിയുന്നത് എന്താണ്? കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നു. പ്രൈസലോ. ഇന്ന് നമ്മളിൽ നിന്ന് ആ തേജസ് പ്രതിഫലിക്കുന്നുണ്ട്. ഇനി ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചിട്ട് നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരുന്നു. ഹല്ലേലൂയ. അവനോട് സമന്മാരായി തീരുന്ന ആ തേജസ്സിന്റെ അനുഭവത്തെയാണ് ഇവിടെ വചനം വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസലോ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ദൈവമക്കളെ, 1-2 വാക്യം കൂടെ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയും. റോമാലേഖനം 8-29 ഒന്നുകൂടെ വായിക്കാം. അവൻ മുൻനിറഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ആമേൻ, നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവിന്റെ തേജസ്സിനോട് സമമായ തേജസ് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ തേജസ്സിന്റെ അനുഭവത്തെ പ്രാപിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയാണ് ഈ ലോകത്തിന്റെ കഷ്ടതയെ സഹിക്കാൻ പൗലോസിനെ ബലപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വേദഭാഗം കൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 3-ന്റെ 2-ാമത്തെ വേദഭാഗം. പ്രൈസ് ദി ലോർഡ്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശ്യന്മാരായി തീരും. പ്രൈസ് ദി ലോർഡ്. ആരോട് സദൃശ്യനായി തീരും? നമ്മുടെ കർത്താവിനോട് നമ്മൾ സദൃശ്യരായി തീരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോ നമ്മുടെ ഒരു വലിയ പ്രത്യാശ എന്താണെന്ന് അറിയാമോ? കർത്താവ് ഇന്ന് ആമേൻ മധ്യാകാശത്തെ വെളിപ്പെടുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മള് രൂപാന്തരപ്പെട്ട്, ഹല്ലേലൂയ, ഈ ശരീരമല്ല, ഈ ശരീരത്തിന്റെ പ്രത്യേകത എന്താ? ഇത് മൺമയമായ ശരീരമാ. എന്ന തേജസ്സിന്റെ ശരീരത്തെ പ്രാപിച്ചുകൊണ്ട് ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ എടുക്കപ്പെടുമെന്നുള്ളത് നമുക്ക് ദൈവം തരുന്ന ഒരു വലിയ പ്രത്യാശയാണ്. അതുമാത്രമല്ല, നിത്യതയുടെ തേജസ്സിനകത്ത് ദൈവത്തോട് കൂടെ വസിക്കുവാൻ നമുക്കൊരു വലിയ ഭാഗ്യം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാല ശക്തമായി നമ്മുടെ ജീവിതത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഈ വെളിപ്പാട്, ഈ ഒരു പ്രത്യാശ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഇന്നുള്ള കഷ്ടത്തെ നോക്കിയിട്ട് പറയും,
ഈ കഷ്ടത നൊടി നേരത്തേക്കുള്ളത്. ഹല്ലേലൂയ. ഇത് എന്നെ നിരാശപ്പെടുത്തുന്നില്ല, ഭാരപ്പെടുത്തുന്നില്ല. കാരണം എന്നാ? ആമേൻ, ഓരോ ദിവസവും ക്രിസ്തുവിനോട് അനുരൂപരായി തീരുവാൻ വേണ്ടി, ഹല്ലേലൂയ, ആത്മാവ് എന്നിൽ അധിവസിച്ചുകൊണ്ട് എൻ്റെ ജഡമയമായിട്ടുള്ള പ്രവൃത്തികളെയും സ്വഭാവങ്ങളെയും ഒക്കെ മരിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അനുരൂപരാക്കി എന്നെ രൂപാന്തരപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുകയാ. ആ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് എന്നെ ഓരോ ദിവസവും അവൻ കരം പിടിച്ചുയർത്തിക്കൊണ്ടിരിക്കുകയാ. ഈ തിരിച്ചറിവ് പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കളാണ് ഇന്ന് പകൽക്കാലം ആത്മീയ ജീവിതത്തിനകത്ത് സന്തോഷിക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഇതാണ് നമ്മുടെ സന്തോഷമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഇവിടെയുള്ള ഏതെങ്കിലും കാര്യം നമ്മളെ നിരാശപ്പെടുത്തുവോ? ആമേൻ. നമ്മുടെ പ്രത്യാശ അവിടെ ആകാത്തത് കൊണ്ട് ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴും വാടിയ മുഖത്തോടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേ പറയുന്ന ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ടെന്നൊക്കെയാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്കൊരു ഉറപ്പില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ നടത്താൻ ദൈവം വിശ്വസ്തനാണെന്ന്. ഹല്ലേലൂയ. എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൈവം വിശ്വസ്തനാ. എന്നാൽ അതിനേക്കാളൊക്കെ വലിയതായിട്ട് ആ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് എന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കുക എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. Jesus name, hallelujah. Jesus name, hallelujah. Amen. Jesus name, hallelujah. Praise the Lord. ആമേൻ. താഴോട്ട് ആ വചനങ്ങൾ വായിച്ചു വരുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് ആമേൻ ആ 3 ഞരക്കങ്ങളെ കുറിച്ച് എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ച മീറ്റിംഗിലാണ് സംസാരിച്ചതെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാലും അതിൻ്റെ 18 തൊട്ട് താഴോട്ടുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ ചില പദങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ, അപ്പോൾ ഒന്നാമത്തെ പദം കഷ്ടത എന്ന. പ്രൈസ് ദി ലോർഡ്. കഷ്ടത. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്വം. 2 പദങ്ങൾ അവിടെയുണ്ട്. ഒന്ന് DK, ആമേൻ, ദ്രവത്വം എന്ന പദമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 3ാമത്തെ പദം ബോണ്ടേജ്, ഹല്ലേലൂയ, എന്നുള്ളൊരു പദം നമുക്കവിടെ. ദാസ്യത്വം, ആമേൻ, അടിമത്വം എന്നൊക്കെയുള്ള ഒരു പദം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വാനിറ്റി എന്ന ഇംഗ്ലീഷ് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മായയ്ക്ക് ആമേൻ കീഴ്പ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. പെയിൻ എന്ന ഒരു സിംഗിൾ വേർഡ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവമക്കൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. സഫറിംഗ് ഉണ്ട്, കഷ്ടതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദ്രവത്വത്തിന്റെ അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടിമത്തത്തിൽ വീണുപോയിരിക്കുന്നത് പോലെയുള്ള സാഹചര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈറ്റുനോവിന്റെ വേദനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം സഹിക്കുമ്പോൾ തന്നെ ആമേൻ സൃഷ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ ദ്രവത്വത്തിൽ നിന്നുള്ള ആമേൻ ഒരു വലിയ വീണ്ടെടുപ്പാണ്. ഹല്ലേലൂയ. സൃഷ്ടി ആഗ്രഹിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ പറയുകയാ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ദൈവമക്കളെ ഈ സൃഷ്ടി ദ്രവത്വത്തിന് ആമേൻ അധീനമായി പോയത്? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി 1:31 പറയുന്നത് എല്ലാം നല്ലത് എന്നാ ദൈവം പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മനുഷ്യന്റെ പാപ നിമിത്തമായിട്ട് ദൈവം നിലത്തെ ശപിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഭൂമിയെ ശപിക്കുവാൻ ഇടവന്നു. മുള്ളും പറക്കാരിയും അതിനകത്തു നിന്ന് ആമേൻ മുളയ്ക്കുമെന്ന് ദൈവം കൽപ്പിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മൾ ഭൂകമ്പത്തെ കുറിച്ച് പറയുന്നുണ്ട്, വെള്ളപ്പൊക്കത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ ഇതെല്ലാം നമ്മളെ വിളിച്ചറിയിക്കുന്നത്? ഈ ഭൂമി ഓരോ ദിവസവും മുമ്പോട്ട് പോകുമ്പോൾ അത് ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാ, അത് വാസയോഗ്യമല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാ.
പ്രൈസലോ. ആമേൻ. ഇത് എന്തുകൊണ്ടാ സംഭവിച്ചത്? മനുഷ്യന്റെ പാപം നിമിത്തമാണ്. ഹല്ലേലൂയ. ആ ശാപം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഇന്ന് പകൽക്കാലം കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായെന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ പിന്നിലെ കാരണക്കാരാരാണ്? ഈ ഭൂമിയിൽ അധിവസിച്ച നമ്മൾ ഓരോരുത്തരും. പ്രൈസലോ. ആമേൻ. ഹല്ലേലൂയ. വാസയോഗ്യമല്ലാത്ത ഇടങ്ങൾ വെട്ടിപ്പിടിച്ച് അവിടെ അനേക വാസയോഗ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് നിമിത്തമായിട്ട് എന്ത് സംഭവിക്കുക? ആ ഭൂമിയുടെ താളം തെറ്റി. ഹല്ലേലൂയ. ഭൂമിയുടെ സന്തുലിതാവസ്ഥ തെറ്റി. ഹല്ലേലൂയ. കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടായി. ഹല്ലേലൂയ. ആമേൻ. ഈ ഭൂമി സകല സൃഷ്ടികളും എന്ത് ചെയ്യുകയാ? നിലവിളിച്ചു കൊണ്ടിരിക്കുകയാ. ഒരു വീണ്ടെടുപ്പ് എന്ന് സാധ്യമായി തീരൂ. അവർക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. പ്രൈസലോ. അവര് ആശയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രൈസലോ. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും. പ്രൈസലോ. ദൈവ മക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള പ്രത്യാശയോടെ ആമേ കാത്തിരിക്കുകയാ. എന്താ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം? പ്രൈസലോ. അത് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ വീണ്ടെടുപ്പാണ്. പ്രൈസലോ. ആ വീണ്ടെടുപ്പ് സാധിക്കുമ്പോ ആമേൻ ഈ ഭൂമിക്കൊരു പുതുക്കമുണ്ടാകുമെന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവിക ആലോചന നമ്മുടെ ഹൃദയത്തോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത് സകല സൃഷ്ടികളും ഞരങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലെ ഒരു ഉദ്ദേശം ഒരു വീണ്ടെടുപ്പ് സാധ്യമായി തീരണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കുക. വചനം പറയുന്നു ഒരു വീണ്ടെടുപ്പ് സാധ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സകല ദൈവമക്കൾക്ക് ഒരു വീണ്ടെടുപ്പ് സാധ്യമാണ്. അവന്റെ തേജസ്സോട് തേജസ് പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ നിത്യതയുടെ അനുഭവത്തിൽ ആയിരിക്കുവാൻ നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്. അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം ഒരുങ്ങുവാനാണ് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തോട് ശക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 23-ാമത്തെ വാക്യം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രൈസലോ. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. പ്രൈസലോ. ഹല്ലേലൂയ. ആ പുത്രത്വം എന്നുള്ള വാക്കിന് അഡോപ്ഷൻ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈസലോ. ആമേൻ. അഡോപ്ഷൻ. ആമേൻ. ഇതിന് തൊട്ട് മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്ക പുത്രത്തിന്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു എന്ന് പറയുന്നു. മക്കളാണെങ്കിൽ അവകാശികളാണെന്ന് പറയുന്നു. പ്രൈസലോ. അപ്പൊ നമ്മൾ ആരാ? മക്കള് തന്നെയാ. പ്രൈസലോ. എന്നാൽ നമ്മളെ അഡോപ്റ്റ് ചെയ്തതാ. പ്രൈസലോ. നമ്മളെ ദത്തെടുത്തതാ. പ്രൈസലോ. ദത്തെടുക്കുമ്പോൾ നമുക്കറിയാം പഴയ കുടുംബത്തിന്റെ അവകാശം വേണ്ടെന്ന് പറഞ്ഞാലേ പുതിയ കുടുംബത്തിന്റെ അവകാശത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ആ കാലഘട്ടത്തിലെ സമ്പ്രദായമാ. പ്രൈസലോ. ദത്തെടുക്കുമ്പോൾ പഴയ കുടുംബത്തിലായിരിക്കുമ്പോൾ പഴയ സാഹചര്യത്തിലായിരിക്കുമ്പോൾ ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയ പിതാവ് ആ കടങ്ങളെല്ലാം വീട്ടിൽ കൊടുക്കും. പ്രൈസലോ. 7 സാക്ഷികളുടെ നടുവില ദത്തെടുപ്പ് നടക്കുന്നത്. കാരണം എന്താ? ദത്തെടുത്തതിന് ശേഷം ദത്തെടുക്കുന്ന പിതാവിനോ മാതാവിനോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ അവകാശം നഷ്ടപ്പെട്ടു പോകരുത്. ഈ സാക്ഷികൾ വന്നു പറയും ഞങ്ങളുടെ മുമ്പിലാണ് ഇതെന്ത് ചെയ്തത്, അവരെ ദത്തെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇവൻ അവകാശത്തിന് യോഗ്യനാണ്. പ്രൈസലോ. ദൈവമക്കളെ, ഹല്ലേലൂയ, പാപത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് ദൈവം നമ്മളെ ദത്തെടുത്തപ്പോ ഹല്ലേലൂയ നമ്മൾ ദൈവസന്നിധി സമർപ്പിച്ച ഒരു കാര്യമുണ്ട്. എനിക്ക് ലോകം വേണ്ട. ലോകത്തിന്റെ ഇമ്പങ്ങൾ വേണ്ട. പാപത്തിന്റെ വഴികൾ വേണ്ട. എനിക്ക് എന്റെ കർത്താവിനെ മതി. പ്രൈസലോ. ക്രിസ്തുവിന്റെ ഭവനത്തിന്റെ അംഗങ്ങളായി തീരുവാൻ നമ്മുടെ ജീവിതത്തിനകത്ത് ഭാഗ്യം ലഭിച്ചു. ഇന്നലകളിൽ പാപത്തിന്റെ കടങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. എന്നാൽ കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി രക്തമൂറ്റി തന്ന് ആ കടങ്ങൾ വീട്ടുവാൻ ഇടവന്നു. പ്രൈസലോ. ആ ദത്തെടുപ്പ് പ്രക്രിയയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷ്യം നിന്നു. ആ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളിൽ വസിച്ചുകൊണ്ട് പറയുക, മകനെ, നീ ദൈവത്തിന്റെ മകനാ, മകളാ. നീ വഴിയിലേക്ക് പോകരുത്, പാപം ചെയ്യരുത്, നിന്റെ അവകാശം നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം വചനം പറയുക, ആ ദത്തെടുപ്പിന്റെ സകല അവകാശത്തിന്റെ പൂർത്തീകരണം എനിക്ക് എവിടെയാ ലഭിക്കുന്നത്? ഉയരത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം എന്നോട് വ്യക്തമായി പറയുക, എന്റെ ശരീരം വാഞ്ചിക്കുകയാ, എന്റെ ശരീരം ഞരങ്ങുകയാ. എന്തിനു വേണ്ടി? ആ പുത്രത്വത്തിന്റെ സകല ആത്മീയ അനുഗ്രഹങ്ങളും പ്രാപിക്കത്തക്ക
നിലകളില് ആ നിത്യത അവകാശമാക്കി തീർക്കുമോ എന്റെ ശരീരം വാഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നു? യുവമക്കളെ, ആത്മാവിന്റെ വീണ്ടെടുപ്പ് സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ദേഹിയുടെ വീണ്ടെടുപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദേഹത്തിന്റെ വീണ്ടെടുപ്പ് എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മുടെ കർത്താവിന്റെ വരവെങ്കില. പ്രൈസ് ദി ലോർഡ്. ഈ ദേഹം ആ പുത്രത്വത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് ആ അഡോപ്ഷന്റെ സകലവിധ അവകാശവും ലഭിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ കാത്തിരിക്കുന്ന അനുഭവം. അത് പ്രത്യാശയുടെ അനുഭവമാണ്, അത് തേജസ്സിന്റെ അനുഭവമാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഈ കാത്തിരിപ്പുണ്ട്? ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടിയില്ല, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ കരുതി വച്ചിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ ഉണ്ടെന്നുള്ള ബോധ്യമുള്ള ദൈവത്തിന്റെ മക്കൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ, ദൈവത്തിന് ആരാധന അർപ്പിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ കണ്ടതിനകത്തല്ല, ഇനി കാണാനുള്ളതിനകത്താ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രത്യാശ എന്തിനകത്താ? കാണാനുള്ളതിനകത്ത്. ഹല്ലേലൂയ. ഈ കാണുന്നതൊക്കെ നശ്വരമാണ് ദൈവമക്കളെ. ആമെ കാണാനിരിക്കുന്നതാണ് ശാശ്വതം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുവാനാണ് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തോട് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. 26 തൊട്ടുള്ള വേദഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ചരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രോഗം മാറാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലോകത്തിനകത്ത് ഏതെങ്കിലും വിടുതൽ ഉണ്ടാകാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ നിത്യത പ്രാപിക്കുവാൻ വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബലഹീനത നിമിത്തം നമുക്കത് സാധിക്കാതിരിക്കുമ്പോൾ ആത്മാവ് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് ഇന്ന് പകൽക്കാലം എൻ്റെ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് ആവശ്യം എന്ന് ആമേൻ ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്നത് ആർക്കാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ ഹൃദയം എന്താണെന്ന് പരിശുദ്ധാത്മാവിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗം മാറാനും ആമേ വിടുതൽ ഉണ്ടാകാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ എത്ര പേര് ദൈവം എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്? പ്രൈസ് ദി ലോർഡ്. ദൈവം എനിക്ക് വിട്ടുകളയാൻ പറ്റാത്ത ചില ബലഹീനതകളുണ്ട്, അത് വിട്ടുകളയുവാൻ എന്നെ സഹായിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആമേ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കുടുംബത്തിനകത്ത് ഐക്യതയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? ഹല്ലേലൂയ. തലമുറകൾ ദൈവത്തിന്റെ വഴികളിൽ നടക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? ഹല്ലേലൂയ. എന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകരുതെന്ന് എത്ര പേര് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാറുണ്ട്? ആമേൻ. നമ്മുടെ ബലഹീനത നിമിത്തം ഒരുപക്ഷെ അത് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. ആത്മാവ് നമുക്ക് വേണ്ടി ജാഗരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അകത്തു വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഹൃദയം അറിയാം, നമ്മെ അറിയാം. കാരണം ദത്തെടുക്കുന്ന സമയത്ത് അവൻ സാക്ഷിയായിരുന്നു. കർത്താവ് അവനെ ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യമുണ്ട്. ഇവനെ അവകാശത്തിൽ എത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. വഴി വെച്ച് നഷ്ടപ്പെട്ടു പോകരുത്, വഴി വെച്ച് നഷ്ടപ്പെട്ടു പോകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴി മാറിപ്പോകരുത്, ലക്ഷ്യം തെറ്റിപ്പോകരുത്, ആമേൻ, വീണു പോകരുത്. പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദയമായി സംസാരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തോട് വളരെ ശക്തമായി ആത്മാവ് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കുറവുകൾ എന്താണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവ ഇഷ്ടം എന്താണെന്ന് വളരെ വ്യക്തമായി നമ്മളോട് പല ദിവസങ്ങളായി മാസങ്ങളായി ദൈവം സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ആ ആത്മാവിനെ ചെവി കൊടുക്കുവാൻ, ഹൃദയം കൊടുക്കുവാൻ, ജീവിതം കൊടുക്കുവാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു നിത്യതയിൽ എത്തിച്ചേരുവാൻ കഴിയുമെന്നാണ് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവ് ഞരങ്ങുന്നുണ്ട്, പക്ഷപാതം ചെയ്യുന്നുണ്ടെന്ന് ആമേ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിർത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും. ഇത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും കരങ്ങൾ അടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നമ്മൾ ഈ വാക്യം കേട്ടത് എപ്പോഴൊക്കെയാ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ സകലതും നന്മ. ഇപ്പോൾ എല്ലാ സകലതും നിങ്ങൾക്ക് നന്മയായിട്ട് മാറാൻ പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ കരങ്ങൾ അടിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം ആമേൻ വിവേചിക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത് എന്തിന്റെ കോൺടെക്സ്റ്റ് ഇല്ല. പ്രൈസ് ദി ലോർഡ്.
വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ കോണ്ടസ്റ്റ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നത് എവിടെയാ? പ്രൈസലോ, ആ ദൈവ സാന്നിധ്യത്തിനകത്ത്. പ്രൈസൽ. ഇന്ന് കഷ്ടതയുണ്ട്, വേദനയുണ്ട്, പ്രയാസമുണ്ട്, ഡീക്കേയിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ സഹിച്ചു നിന്നാൽ ആമേൻ നന്മയ്ക്കായിട്ട് അത് കൂടി വ്യാപരിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന ദൈവത്തിന്റെ വചനം ശക്തമായി ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയോ. എത്ര പേർക്ക് ഈ പ്രത്യാശയുണ്ട്? പ്രൈസലോ. ഞാൻ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. കടബാധ്യതയുള്ള മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് വരികയാ. അവൻ ചിലപ്പം വണ്ടിക്കൂലിക്ക് കടവും കൂടെ മേടിച്ചിട്ടാണ് വരുന്നത്. പ്രൈസലോ. അവനോട് പറയും എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കാൻ പോകുന്നെന്ന് പറയും. പ്രൈസലോ. അവൻ വീട്ടിൽ ചെന്ന് എത്ര ദിവസം കാത്തിരുന്നാലും ആമേ കടബാധ്യത മാറുന്നില്ല. പ്രൈസലോ. കാരണം എന്താ? ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ പുള്ളിക്ക് അറിയത്തില്ല എങ്ങനെ ആമേൻ ഉള്ളത് കൊണ്ട് ജീവിക്കണം, എങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രൈസലോ. ആമേ കുറച്ച് കഴിയുമ്പോൾ അവര് ചിന്തിക്കുന്നത് ഈ കർത്താവ് സത്യമല്ലെന്ന. പ്രൈസലോ. കർത്താവ് സത്യമാണോ ദൈവമക്കളെ? ഈ ദൈവ സത്യമാണോ? പ്രൈസലോ. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചത്? തെറ്റായിട്ട് ഒരു ചിന്ത ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തു. പ്രൈസലോ. ഞാൻ പറയുന്നതിന്റെ അർത്ഥം രോഗം മാറത്തില്ലെന്നോ കടബാധ്യത മാറത്തില്ലെന്നോ ഒന്നുമല്ല. പ്രൈസലോ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ളത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നത് എവിടെയാ? ആ ദൈവ സാന്നിധ്യത്തിന്റെ നടുവിലാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയോ. അതിനുവേണ്ടി വാഞ്ചിക്കുവാൻ ദൈവത്തിന്റെ ആലോചന നമ്മളോട് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചു. പ്രൈസ്. അതോടുകൂടെ ഇതൊക്കെ തരും. പ്രൈസലോ. നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ദൈവം തരും. പ്രൈസലോ. നിങ്ങൾ ചോദിക്കാതെ തന്നെ തരും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന് ദൈവം അറിയുന്നു എന്ന് വചനം പറയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ അതിനകത്ത് വിശ്വസിക്കുകയാണ്. പ്രൈസലോ. ആമേൻ. ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു, ആശ്രയിക്കുന്നു, ചോദിക്കുന്നു. പ്രൈസലോ. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എനിക്കൊരു ഇടം തരണമേ. ഹല്ലേലൂയ. എന്റെ കുറവുകൾ കൊണ്ട് എന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. എന്റെ പ്രവർത്തികൾ കൊണ്ട് എന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കഴിയുന്നു? പ്രൈസലോ. ഹല്ലേലൂയ. ജീവന ഹത്തുന രഗദരഗജാര ശന്തരരാജസിയാദര. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ മുന്നെറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരെ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ആ തേജസ്സിന്റെ അനുഭവമാണ് ആമേൻ ഏറ്റവും ലാസ്റ്റ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നീതീകരണം കൊണ്ട് മാത്രം തൃപ്തിപ്പെടരുത്, വിശുദ്ധീകരണം കൊണ്ട് മാത്രം തൃപ്തിപ്പെടരുത്. ഒരു തേജസ്കരണമുണ്ട്. ഹല്ലേലൂയ. ആ തേജസ് പ്രാപിച്ചുകൊണ്ട് ആമേ കർത്താവിനോട് അനുരൂപരായി രൂപാന്തരപ്പെട്ടുകൊണ്ട് ആ തേജസ് വസിക്കുന്ന ഇടത്ത് അവനോടുകൂടെ വസിക്കുക. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം വചനം ആഹ്വാനം ചെയ്യുകയോ, വചനം വിളിക്കുകയോ. നമ്മുടെ പ്രാർത്ഥനകൾ മാറട്ടെ. നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മൾ കടന്നു വരുമ്പോ നമ്മുടെ ലക്ഷ്യങ്ങൾ മാറട്ടെ. ഇന്ന് പകൽക്കാലം കൊടുക്കേണ്ട ബഹുമാനം, കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് കൊടുക്കുക. ആമേൻ. നമ്മുടെ ആദരങ്ങൾ തുറന്നാട്ടെ, നമ്മുടെ ജീവിതം സമർപ്പിച്ചാട്ടെ. അവിടെ ദൈവം നമ്മളെ പ്രസാദിക്കുക. ഇടവരുമെന്ന ദൈവത്തിന്റെ ആലോചന നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുക. എല്ലാ കണ്ണുകളും അടയ്ക്കുക, കർത്താവിന്റെ പൊന്മുഖത്തേക്ക് നോക്കാം. ഹല്ലേലൂയ. വളരെ ശാന്തമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചേ. എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നിത്യതയുടെ പ്രകാശം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ഈ നിമിഷം വന്നാൽ ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമെന്ന് ഉറപ്പ് ദൈവമക്കളെ നമുക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് പറയാനുള്ളത് ആമേൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്വെങ്കിൽ ഒരു ക്രമീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയത്തില്ല എങ്ങനെയാ അത് സാധ്യമാകുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തളങ്ങളിൽ വസിക്കുന്നു. ആത്മാവിന്റെ ശബ്ദത്തിന് കാത് കൊടുത്താൽ, ഹൃദയം കൊടുത്താൽ ആമേൻ എത്തിക്കേണ്ടിടത്ത് അവൻ എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു രൂപാന്തരത്തിന് വേണ്ടിയാണ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. ആമേൻ. പ്രൈസ്. ഇന്ന് ആമേ ക്രിസ്തുവിന്റെ തേജസ്സിനെ നമ്മൾ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ തേജസ് പ്രാപിച്ചിട്ട്
അവനോട് സമരായി നമ്മൾ രൂപാന്തരപ്പെടണം. പ്രൈസല്ലോ. ആമേൻ. ഈ മൺമയമായ ശരീരമല്ല, ഹല്ലേലൂയ, തേജസ്സിന്റെ വിണ്മയമായ ശരീരം, ഹല്ലേലൂയ, ആമേൻ, ഡീക്കേയിങ് ആയിട്ടുള്ള രോഗമുള്ള ശരീരമല്ല, മറിച്ച് ഹല്ലേലൂയ ആ തേജസ്സിന്റെ അനുഭവത്തെ വാരി പുണർന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുവാൻ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുങ്ങുവാൻ വചന ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ കണ്ണുകളും അടച്ച് ആമേൻ ദൈവത്തിന്റെ മുൻമുഖത്തേക്ക് നോക്കിയാട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.